ഇന്നത്തേത് ഒരു നൊസ്റ്റാൾജിയ കഥയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്കും എനിക്കും ഓരോ ഗ്ലാസ് കട്ടൻ ചായയുമായി സിറ്റൗട്ടിലേക്ക് പോയപ്പോഴാണ് അമ്മ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നൊസ്റ്റാൾജിക് സാധനം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. അതെ, ഞങ്ങളുടെ പഴയൊരു ഫോട്ടോ ആൽബം. ഒട്ടും താമസിപ്പിക്കാതെ ഞാനും കൂടെ കൂടി. ഇതാണ് നിങ്ങളിൽ പലരും ചോദിക്കാറുള്ള എന്റെ അച്ഛൻ. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 10 വർഷം തികയുന്നു. എല്ലാവരും പറയാറുണ്ട് എനിക്ക് അച്ഛന്റെ അതേ ചായയാണെന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കാണുന്ന ഫോട്ടോസൊക്കെ എന്റെ ആദ്യത്തെ ഓണത്തിനെടുത്തതാണ്. അങ്ങനെ ആൽബവും നോക്കിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എന്റെ പഴയ ഓണക്കളിപ്പാട്ടങ്ങൾ ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതൊക്കെ കാണിച്ച് നിങ്ങളെയും അല്പം നൊസ്റ്റു അടിപ്പിക്കാമെന്ന് കരുതി. അതിനു മുന്നേ ഞാനും അമ്മയും കൂടെ ഇരുന്ന് അമ്മയുടെ പഴയ ചെരുപ്പുകളൊക്കെ പാക്ക് ചെയ്തു വെച്ചു. എന്തിനാണെന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എന്റെ ഓണക്കളിപ്പാട്ടങ്ങൾ. ഇവരെ ഓണക്കളിപ്പാട്ടങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഓണത്തിന് നമ്മൾ കുട്ടികളൊക്കെ ഒത്തുകൂടുമ്പോൾ മാത്രമായിരുന്നു ഇവന്മാരെ ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞാൽ വീണ്ടും മച്ചുംപുറത്തോ അലമാരയുടെ മുകളിലോ ഇവന്മാർ തിരിച്ചു കയറും. ഇന്ന് തൽക്കാലം കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രായം കൂടുന്തോറും സ്വഭാവം കൊണ്ട് കുഞ്ഞായി വരുന്ന എന്റെ അമ്മക്കുട്ടിയെ തന്നെ കൂടെ കൂട്ടി. ബക്കറ്റും വെള്ളവും ഒക്കെയായി കക്ഷി ദേ റെഡി. പിന്നെ അങ്ങോട്ട് ബോട്ട് ഓട്ടിക്കലും പമ്പരം കറക്കലും കിളിപ്പീപ്പിയും ഒക്കെയായി അല്പനേരം ഞങ്ങൾ 2 കുട്ടികളും കളിച്ചിരുന്നു. ഇത്രയുമൊക്കെ നൊസ്റ്റാൾജിയ ഒരുമിച്ച് വന്നപ്പോഴാണ് ഞാൻ പിന്നെയും ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ഇന്ത്യ പോസ്റ്റ് അവരുടെ പോസ്റ്റ് ബോക്സ് സേവനങ്ങൾ നിർത്തുവാൻ പോകുന്നു എന്ന വാർത്തയെപ്പറ്റി. അറിയാലോ, നമ്മുടെ ചെറുപ്പത്തിലെ വേറൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് പോസ്റ്റ് കാർഡുകൾ. എന്നാൽ പിന്നെ ഇത്തവണ ചിന്നുവിന് ഓണത്തിനൊരു പോസ്റ്റ് കാർഡ് അയക്കാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി ഇറങ്ങി. നമ്മൾ അല്പം മുന്നേ എടുത്തു വെച്ച ആ പഴയ ചെരുപ്പുകളാണ് കേട്ടോ അമ്മ ഈ തന്നത്. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ മുന്നേ സൂചിപ്പിച്ച നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകൾ VKCയുടേതായിരിക്കും അല്ലെ? എന്തിനേറെ പറയണം, നമ്മുടെ ആദ്യത്തെ കെട്ട് ചെരുപ്പ് പോലും VKCയുടേതായിരിക്കും. അതേ VKC ഇതാ സീറോ ഫുഡ് മാർക്സ് എന്ന പേരിൽ രസകരമായുള്ള ഒരു സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന ചെരുപ്പുകൾ അടുത്തുള്ള സെലക്ടഡ് VKC പാർട്ണർ ഷോപ്പുകളിൽ കൊടുത്ത് ഡിസ്കൗണ്ടോടുകൂടി പുതിയ ചെരുപ്പുകൾ മേടിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇത് കാരണം നമ്മുടെ പരിസരവും വൃത്തിയാകും, കുഞ്ഞു കുഞ്ഞു കടകൾക്ക് ഗുണവും ഉണ്ടാകും. പോരാത്തതിന് നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയി മാറുകയും ചെയ്യും. അങ്ങനെ പഴയ ചെരുപ്പുകളൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് പുതിയൊരു ചെരുപ്പും വാങ്ങി നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് വിട്ടു. അവിടെ നിന്നൊരു പോസ്റ്റ് കാർഡും മേടിച്ച് ചിന്നുവിന് എന്റെ ആദ്യത്തെ പോസ്റ്റ് കാർഡ് എഴുതി പോസ്റ്റ് ചെയ്തു. എന്തായാലും എന്റെ ഇത്തവണത്തെ ഓണം ഒരു ലോഡ് നൊസ്റ്റുവിൽ തന്നെ തുടങ്ങാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ നിങ്ങളും പഴമയുടെ എന്തെങ്കിലും ഒന്ന് ഇത്തവണത്തെ ഓണാഘോഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.